ഒരു 1.5 കിലോ കൊഴുവ് കിട്ടിയിട്ട്. അപ്പോൾ അതിലൊരു 3/4 കിലോ നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അത് മല്ലിയില അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഒരു 2 മല്ലിയില അവസാനം ഇടാം. പിന്നെ ഒരു 10-25 ചുവന്നുള്ളിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് നടുവേക്കരുത്. ഈ ചുവന്നുള്ളി ഇഞ്ചി ഞാൻ ചതച്ചതാണ് കേട്ടോ. ഇതിൽ ഞാനൊരു 10-20 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് അതിനൊരു താളിപ്പ് ശരിയാക്കി എടുക്കാനാണ്. പിന്നെ കുടപ്പുളി ഒരു 3 എണ്ണം നടുവേ കീറി സാധാ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പിന്നെ വേപ്പല. പിന്നെ അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഞാൻ അരമുറി തേങ്ങയാണ്. അപ്പോൾ അത് ചിരകി വെച്ചിട്ട് അത് നമുക്കൊന്ന് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളമൊന്നും ചേർത്ത്, വെള്ളം പോലെ ഇല്ല കേട്ടോ, കുഴമ്പ് പോലെ നമ്മൾ അരച്ചെടുക്കുക. നന്നായി അരിഞ്ഞ് കിട്ടും വേണം. ഇപ്പോൾ ഒരു ആ ഗ്ലാസിൻ്റെ ഒരു പകുതി വെള്ളം ഒഴിച്ചാൽ മതി. നല്ല അരവ് വരുള്ളൂ, അത്രേ വേണ്ടു. അത് നന്നായി അരച്ചെടുത്ത് കൊണ്ടു വയ്ക്കാം. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കിട്ട് വെളിച്ചെണ്ണ ഇതിൽ നന്നായി ഒഴിക്കണം. അപ്പോഴാണ് കറി കുറേ എന്നല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് വേണം. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പൊട്ടി വരട്ടെ. ഒരു 1/2 കിലോളം വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻകറി കൊഴുവ കറിയും വറുത്തത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10-25 ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. കൊഴുവ് വറുത്തൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റു വലിയ മീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളാട്ടോ. നമ്മുടെ ഒമേഗ 3 ഒക്കെ ധാരാളമുള്ള മീനാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മളെപ്പോഴും നെയ്മീനൊക്കെ വാങ്ങിക്കണം. ഞങ്ങളുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയുണ്ട്. അത് വറുക്കാൻ വയ്ക്കുക. നമുക്ക് ഇങ്ങനത്തെ മീനാണ് നല്ലത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ളൊരു മീനാണത്. അപ്പോൾ നമ്മൾ ചെറുമീനുകൾ കഴിക്കാൻ നോക്കാം, പറയാനേ പറ്റുള്ളൂ. എൻ്റെ വീട്ടിലും വലിയ മീനൊക്കെ തന്നെയാണ്. അതാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇതൊക്കെ നന്നാക്കാനൊക്കെ പാടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങിക്കുമ്പോൾ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ വളരെ രുചിയുള്ള മീനാണ്. അപ്പോൾ അതായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലൊക്കെ അധികം ഇടുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ്. മല്ലിപ്പൊടി അധികം ഇടണ്ട. അപ്പോൾ ഇത് തന്നെ ഇടുന്നത്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3/4 കിലോ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണോളം ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളകിന് നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാലും മതി. എനിക്ക് മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളത് മീനിൻ്റെ ഒരു കുറുതായി കിട്ടാനാണ്. അപ്പോൾ അത് നന്നായി അതിൻ്റെ ആ പച്ചമണം പോണത് നമ്മൾ ഇറക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ മല്ലിയിലെ പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ പിന്നെ കറിക്ക് ടേസ്റ്റ് വേറെ വ്യത്യാസം വരും. നമ്മൾ നന്നായി ആ വെളിച്ചെണ്ണ ഇനിയൊന്നും ഒഴിക്കണ്ട കേട്ടോ, അത് ധാരാളമായിട്ട് ഒഴിച്ച് ആ മുളക് കൊണ്ട് നന്നായി അതിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോകണം. അത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച നാളികേരം ഒഴിച്ച് കൊടുക്കാം. നല്ല നൈസായിട്ട് അരച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ വെള്ളം നമ്മൾ ചേർക്കണം. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മല്ലി ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ മല്ലി അങ്ങനെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വയ്ക്കുകയാണ് കറി നാളേക്ക് വേണ്ടിയിട്ട് ചിലരങ്ങനെ ചെയ്യും. അതങ്ങനെ ഇരുന്ന് നന്നായി കുറുതായി കറി പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മല്ലിയൊന്നും ചേർക്കണ്ട. എനിക്കിപ്പോൾ ഇത് ഇന്നൊക്കെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ടാണ് അത് തന്നെ ഈ മല്ലിയുടെ കുത്ത് പാടില്ല. നന്നായി അതിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കണം, കാരണം വെള്ളം പോരാൻ തോന്നും. പിന്നെ ഞാൻ സാധാ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ കുടപ്പുളി കുതിർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പോരാത്ത കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുളക് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ തീയൊന്ന് ഓഫ് ചെയ്താണ്. അപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ കുടപ്പുളി ഞാനൊരു 3 കുടപ്പുളിയാണ്, ഒരു 3/4 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3 കുടപ്പുളി ഞാൻ സാധാ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുറേ നേരമായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നുള്ളൊരു ലേശം ചൂടുവെള്ളത്തിൽ ചെയ്യാണ് നല്ലത് കേട്ടോ, സോക്ക് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കൊഴുവ ഞാൻ ശരിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിൽ ഒരു 1/2 കിലോയോളം എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കൊഴുവയാണ്, പക്ഷെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഒന്നൊരു ചെറിയ തള വരുമ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. കൊഴുവ ഇങ്ങനെ വെച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. നല്ല കുറുതായ നല്ല ടേസ്റ്റായ കറി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ നേരം കുടപ്പുളി ഇട്ട് വെച്ച കാരണം വലിയ തിളച്ചതാണെന്നില്ലല്ലോ, പുളിയൊക്കെ ഒരു ഇത് നന്നായി ഇറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറിലധികമായിട്ടുണ്ട് ഞാനത് ഇട്ട് വെച്ചിട്ട്. ഇനി ഒരു നല്ല തള വരുന്ന വരെ നമുക്കത് ഫുൾ ഇതിലിട്ട് വയ്ക്കാം. തീ അത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ മീഡിയത്തിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നമുക്കത് പറ്റിച്ചെടുക്കാം. വലിയ വേവൊന്നുമില്ലാത്ത കൊഴുവയ്ക്ക്, കൊഴുവ പെട്ടെന്നാവുന്നതാണ്. അപ്പോൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു തള വരട്ടെ നന്നായി. അപ്പോൾ തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് അത്ര വേവൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ പറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കണം കേട്ടോ. താളിപ്പ് ശരിയാക്കിയത് ഇതിൽ റെക്കോർഡായില്ല. അപ്പോൾ ഞാനത് നേരത്തെ കാണിച്ചായിരുന്നു, ഉള്ളിയും കരിഞ്ഞ് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ